പാപങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്തവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്ന്, നാം പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു. ആദ്യ പിതാവായ ആദാമിലൂടെ ഏദൻ തോട്ടത്തിൽ നിന്ന് കൽപ്പന ലംഘനത്തിലൂടെ പാപത്തെ ഏറ്റെടുത്ത നാം, പാപചിന്തകളിലേക്ക് വഴുതിപ്പോയ നാം, കർത്താവിന്റെ രക്ഷാകരമായ ക്രൂശ് മരണത്തിലൂടെ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് വേദനിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മോചനദ്രവ്യമായി തീർന്ന കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് അവനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധവാര ശുശ്രൂഷകളിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. അവൻ നമുക്ക് വേണ്ടി സഹിച്ചു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ മുഖാന്തരം